ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ നമ്മൾ നമുക്ക് ആവശ്യം ഉള്ളത് തന്നെ, പക്ഷെ മറ്റുള്ളവർ കാണരുത് എന്ന് വിചാരിക്കുന്ന ഫോട്ടോ, വീഡിയോ, അങ്ങനെ MP3 വോയിസ് അങ്ങനെയുള്ള ഫയലുകളൊക്കെ നമുക്ക് ഹൈഡാക്കി വെക്കാൻ പറ്റും. അതിന് വേറെ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ആൻഡ്രോയിഡ് ഫോണിലുള്ള പെർമനൻ്റ് ആയിട്ട് വരുന്ന ഒരു ആപ്പുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈഡാക്കി വെക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരുടെ ഫോണിലും, ഈ ആൻഡ്രോയിഡ് ഫോണിലെല്ലാം ഉള്ളൊരു സംഭവമാണ് ഈ ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ. ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലുള്ള ഫയലുകളെല്ലാം ഈ ഒരു ആപ്പിലുണ്ടാവും. അപ്പോൾ ഈ ഒരു ആപ്പാണ് എല്ലാ ഫയലുകളും ഉള്ള ഒരു ആപ്പ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഈ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഈ 3 ഡോട്ട് ഉണ്ടല്ലോ മുകളിലല്ലേ, അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ സെറ്റിങ്സ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ താഴെ വരുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഷോ ഹൈഡ് ഇൻ ഫയൽ. അത് നമ്മൾ ഓണാക്കി വെക്കുക, ഷോ ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ബാക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഹൈഡാക്കി വെക്കുന്ന നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിലെ ഒരു ഫോൾഡറാണ്. അപ്പോൾ അതിന് വേണ്ടി ഇൻറ്റേർണൽ സ്റ്റോറേജ് ഓപ്പൺ ആക്കുക. ഈ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കണം. നമ്മൾ ഏത് ഫോൾഡറാണോ എന്ത് പേരിലാണോ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇഷ്ടം. അത് ഇഷ്ടമുള്ള പേരിൽ നമ്മൾ ഉണ്ടാക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കാണിച്ചു തരാം. ഞാൻ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്. ന്യൂ ഫോൾഡർ എന്നാണ് പേര് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പേര് കൊടുക്കുമ്പോൾ ന്യൂ ഫോൾഡർ, ഇത് ക്രിയേറ്റ് ബട്ടൺ നമുക്ക് ക്രിയേറ്റ് ആവും. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡോട്ട് ഇടണം. ഇങ്ങനെ ഡോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അത് ക്രിയേറ്റ് ചെയ്യാം. അത് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ അത് രണ്ടാമത് കാണുന്ന ഇതാണ് ഞാൻ ക്രിയേറ്റ് ആക്കിയത്. അപ്പോൾ ഈ ഒരു ഫോൾഡർ നമുക്ക് ഹൈഡാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ഫോൾഡർ ഹൈഡാക്കി വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര ഫോൾഡർ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതായത് നമ്മൾ ആ ഒരു ഫോൾഡറാണ് ഹൈഡാക്കി വെക്കുന്നതെങ്കിൽ അതിനകത്തുള്ള ഫോൾഡറുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ വേറെ ഫോട്ടോ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫോൾഡർ ഉണ്ടാക്കുന്നു. അപ്പോൾ 2 ഫോൾഡറായി. ഇപ്പോൾ ഈ 2 ഫോൾഡർ ഇതിൻ്റെ അകത്തായി. അപ്പോൾ നമ്മൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഫോട്ടോസൊക്കെ ഇതിൽ ഹൈഡാക്കി വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫയലെടുത്തിട്ട് ഈ ഫയലിൽ തന്നെ നമുക്ക് ഏതെങ്കിലും ഫോട്ടോ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇമേജ് എടുക്കുക. ഇമേജിൽ നമ്മൾ ഫയലിൽ പോയിട്ട് ഇമേജിൽ ഏതെങ്കിലും ഫോട്ടോസ് ഇതിൽ ഏതെങ്കിലും ഒരു 2 ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോൾ ഫോർ എക്സാമ്പിളായി കാണിച്ചു തരാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാൻ മാർക്ക് ചെയ്യാണ്. ഈ ഒരു ഫോട്ടോ തന്നെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോ ആണ് നമ്മൾ ഹൈഡാക്കി വെക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് മൂവ് ഫോൾഡർ, ഈ അടി കാണുന്ന ഈ മൂവ് ഫോൾഡർ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആയില്ലല്ലോ കേട്ടോ, സേവ് ഫോൾഡറിലാണത് ആയത്. അതിലല്ല, ഇവിടെ മുകളിൽ രണ്ടാമത് കാണുന്ന മൂവ് ടു ഉള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോട്ടോയാണ് ഈ ഫസ്റ്റ് ഈ രണ്ടാമത് കാണുന്നത്. അപ്പോൾ അതിൽ ഫോട്ടോസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് മൂവ് ഹെർ. അപ്പോൾ എന്തായി, ആ ഒരു ഫോട്ടോ അങ്ങോട്ട് മൂവായി, 1 ഐറ്റം മൂവായി. പിന്നെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് വന്നിട്ട് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഫോൾഡറാണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഫോട്ടോ നമ്മൾ ഇതിലേക്ക് മൂവ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫോട്ടോ അതിലുണ്ട്. അപ്പോൾ ആ ഫോട്ടോ ഇനി നമ്മളിപ്പോൾ അത്
ഫോട്ടോ ഹൈഡാക്കി വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 3 ഡോട്ട് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിൽ വന്നിട്ട് ഷോ ഹൈഡൻ ഫയൽ എന്നുള്ളതുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കുക. ഹൈഡ് അല്ലാതാക്കുക, അല്ല ഹൈഡൻ ആക്കി വെക്കുക. ഹൈഡൻ ആക്കി വെച്ചിട്ട് നമ്മളിനി ബാക്ക് വന്നിട്ട് അവിടെ തന്നെ വന്ന് നോക്കുകയാണ്. നമ്മൾ ആ ഫോൾഡർ വന്ന് നോക്കുകയാണ്. ആ ഫോൾഡർ ഉണ്ടോ? ആ ഫോൾഡർ കാണാനില്ല. ഹൈഡായി ആക്കി വെച്ച ഫോൾഡർ ഒന്നും ഇപ്പോൾ കാണാനില്ല. ഇപ്പോൾ ആ ഫോൾഡർ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെറ്റിങ്സിൽ തന്നെ പോയിട്ട് ഈ സെറ്റിങ്സിൽ തന്നെ പോയിട്ട് ഈ ഒരു ഇത് ഷോ ഹൈഡൻ ഫയൽ ഓൺ ആക്കണം. അപ്പോൾ അങ്ങനെ ചെയ്താലേ അവിടെ ആ ഫോൾഡർ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് നമുക്ക് മാത്രം നമ്മുടെ ഫോണിൽ പറ്റുന്നൊരു ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹൈഡാക്കി വെച്ച ഫോട്ടോ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. ഇത് വളരെ സിമ്പിളാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ എല്ലാവരുടെ ഫോണിലും ഉണ്ടാവും. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഫയൽസ് എന്നുള്ളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതേ മറ്റേ എന്താ പറയുക, ഫോട്ടോ ഉള്ള ഒരു ആപ്പ് തന്നെ വേണം കേട്ടോ. ഏതെങ്കിലും ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാവും, ഫയൽ മാനേജർ. പക്ഷേ അതൊന്നും എടുക്കണ്ട, ഇത് മാത്രം എടുക്കുക. ഇതാണ് ഗൂഗിളിൻ്റെ സ്വന്തം ആപ്പ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.